JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് പ്രീവിയസ് ഇമ്പോർട്ടൻറ്റ് സെലക്ടഡ് ക്വസ്റ്റ്യൻ 2024 നടന്ന പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ടഡ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ മൈൽസ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ICAയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഓപ്ഷൻ എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ്, ബി ICA കൺഫേംസ് ഇറ്റ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, സി ICA മൂവ്സ് ടു ജനീവ, ഡി UN ഗ്രാൻസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ടു ICA. ഇത് കറക്റ്റ് നാഴികക്കല്ലുകൾ കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എങ്ങനെയാണ് കറക്റ്റ് ആൻസർ? ആദ്യം ബി ആണ് വരുന്നത് അല്ലെ. ICA കൺഫേംസ് ഇറ്റ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. അതിനുശേഷം ഏതാണ് വരുന്നത്? എ ആണ് അല്ലെ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ്. അതിനുശേഷം ഏതാണ്? ഡി ആണ് വരുന്നത് അല്ലെ, UN ഗ്രാൻസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ടു ICA. അത് കഴിഞ്ഞ് ഏതാണ്? സി, ICA മൂവ്സ് ടു ജനീവ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. BADC ഇതാണ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൈഡില് മെമ്പർ ഓഫ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് ചേരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് വലത്ത് സൈഡിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഏതാണ് അതിന് ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. എ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അതായത് അംഗം സാമ്പത്തിക പങ്കാളിത്തം, അതിന് ചേരുന്നത് ഏതാണ്? വലത്ത് സൈഡില് ഏതാണ് ചേരുന്നത്? നമുക്ക് നോക്കാം. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഏതാണ് ഒന്നാമത്തെ എക്ക് ചേരുന്നത്? മൂന്നാമത്തെയാണ് അല്ലെ, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഇക്വിറ്റബിളി ടു ദ ക്യാപിറ്റൽ ഓഫ് ദ കോപ്പറേറ്റീവ്സ്. അതായത് അംഗങ്ങൾ തുല്യമായി സംഭാവന ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ മൂലധനം. അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ മൂലധനം അംഗങ്ങൾക്ക് തുല്യമായി സംഭാവന ചെയ്യുന്നു. അടുത്തത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ എന്താണ്? സ്വയംഭരണവും സ്വാതന്ത്ര്യവും. അതിന് ചേരുന്നത് ഏതാണ്? നാലാമത്തെയാണ് അല്ലെ, ദേ ക്യാൻ എൻറ്റർ ഇൻടു എഗ്രിമെന്റ് വിത്ത് എനി തേർഡ് പാർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അതായത് അവർക്ക് സ്വന്തം പേരിൽ ഏതെങ്കിലും മൂന്നാം കക്ഷിയുമായി കരാറിൽ ഏർപ്പെടാം. അടുത്തത് കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ്, അതായത് സഹകരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം. അതിന് ചേരുന്ന ഏതാണ്? ഒന്നാമത്തെയാണ് അല്ലെ, വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ സ്ട്രക്ചേഴ്സ്. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ ഘടകങ്ങളിലൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അടുത്തത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ജനാധിപത്യ അംഗ നിയന്ത്രണം. അതേതാണ്? രണ്ടാമത്തെയാണ് അല്ലെ, മെൻ ആൻഡ് വുമൺ സെർവിംഗ് ആസ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആർ അക്കൗണ്ടബിൾ ടു ദ മെമ്പർഷിപ്പ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി സ്ത്രീകളും പുരുഷന്മാരും അംഗത്വത്തിന്റെ ഉത്തരവാദികൾ ആണ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ രണ്ടാമത്തേതാണ്. അത് തന്നെ ചേരുന്ന മെൻ ആൻഡ് വുമൺ സെർവിംഗ് ആസ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആർ അക്കൗണ്ടബിൾ ടു ദ മെമ്പർഷിപ്പ്. അപ്പോൾ
ചേരുംപടി ചേർക്കാനുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കാം, ഏതാ ശരി എന്നുള്ള. സ്റ്റേറ്റ്മെന്റ് 1, ലൈക്ക് ക്യാപിറ്റലിസം കോർപ്പറേഷൻ ഓൾസോ അക്സെപ്റ്റ് ദ റൈറ്റ്സ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ റൈറ്റ്സ് ഓഫ് കോൺട്രാക്ട്. അതായത് മുതലാളിത്തം പോലെ സഹകരണവും സ്വകാര്യ ദാരിദ്ര്യത്തിന്റെ അവകാശങ്ങളും കരാറിന്റെ അവകാശങ്ങളും അംഗീകരിക്കുന്നു. രണ്ടാമത്തെ ഏതാണ്? കോപ്പറേറ്റീവ്സ് ഓൾസോ യൂസ് ക്യാപിറ്റൽ ടു ക്യാരി ഓൺ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് പേ ഇൻട്രസ്റ്റ് ഫോർ ഇറ്റ്സ് യൂസ് ആസ് ദ ക്യാപിറ്റലിസ്റ്റിക് ഓർഗനൈസേഷൻസ് ഡു. അതായത് മുതലാളിത്ത ഓർഗനൈസേഷനുകൾ ചെയ്യുന്നത് പോലെ സഹകരണ സംഘങ്ങളും ബിസിനസ് പ്രവർത്തനങ്ങൾ തുടരാനും അതിന്റെ ഉപയോഗത്തിന് പലിശ നൽകാനും മൂലധനം ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ എന്താണ്? The main motto of capitalism is to earn maximum profit at a minimum cost, whereas the prime motto of corporation is to render valuable at a reasonable cost. അതായത് കുറഞ്ഞ ചെലവില് പരമാവധി ലാഭം നേടുക എന്നതാണ് മുതലാളിത്തത്തിന്റെ പ്രധാന മുദ്രാവാക്യം. അതേസമയം സഹവർത്തിത്വത്തിന്റെ പ്രധാന മുദ്രാവാക്യം ന്യായമായ ചെലവില് മൂല്യവത്തായത് നൽകുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1, 2, 3 ശരിയായിട്ടുള്ളതാണ് അല്ലെ. 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not an advantage of cooperative form of business? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് സഹകരണ രൂപത്തിലുള്ള ബിസിനസിന്റെ പ്രയോജനം അല്ലാത്തത്? എ, ലിമിറ്റഡ് ലയബിലിറ്റി, ബി, ഗവൺമെന്റ് കൺട്രോൾസ്, സി, സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, ഡി, ലിമിറ്റഡ് റിസോഴ്സസ്. ഇതില് ഏതാണ് സഹകരണ രൂപത്തിലുള്ള ബിസിനസിന്റെ പ്രയോജനം അല്ലാത്തത്? ഏതാണ് ഓപ്ഷന്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബി ആൻഡ് ഡി, അതായത് ഗവൺമെന്റ് കൺട്രോൾസ്, ഡി ഏതാണ്? ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ സഹകരണ രൂപത്തിലുള്ള ബിസിനസിന്റെ പ്രയോജനം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ മീനിങ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്. അതായത് ഈ സഹകരണ പതാകയിലെ വിവിധ നിറങ്ങളുടെ അർത്ഥം പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൈഡില് നിറം കൊടുത്തിട്ടുണ്ട്, അതിന്റെ പൊരുത്തം റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എ റെഡ്, ബി ഗ്രീന്, സി ഡാർക്ക് ബ്ലൂ, ഡി വയലറ്റ്. അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുത്തുമ്പോൾ ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എ റെഡ്, 2 ഏതാണ്? കറേജ്. ബി ഗ്രീന്, ഏതാണ്? ചലഞ്ച്. സി ഡാർക്ക് ബ്ലൂ, ഏതാണ് ശരി ഉത്തരം? പിസിമിസം ആണ് ശരി ഉത്തരം. ഡി വയലറ്റ്, ഏതാണ് ശരി ഉത്തരം? വാംത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റെഡ് കറേജ്, ഗ്രീന് ഏതാണ്? ഗ്രീന് ചലഞ്ച്, ഡാർക്ക് ബ്ലൂ പെസിമിസം, വയലറ്റ് വാംത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The charges of 2 joint registrars in the head office of cooperatives registrar are. അതായത് സഹകരണ രജിസ്ട്രാറുടെ ഹെഡ് ഓഫീസിലെ 2 ജോയിന്റ് രജിസ്ട്രാർമാരുടെ ചാർജുകളാണ്. ഏതാണ് ഈ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് SCST cooperatives. Marketing and processing cooperatives and SCST cooperatives. അടുത്ത ക്വസ്റ്റ്യൻ. Who is the current registrar of cooperative societies in Kerala? കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ നിലവിലെ രജിസ്ട്രാർ ആരാണ്? ആരാണ് സഹകരണ സംഘങ്ങളുടെ നിലവിലെ രജിസ്ട്രാർ? ശ്രീ TV സുഭാഷ് ആണ് അല്ലെ. ശ്രീ TV സുഭാഷ് ആണ് സഹകരണ സംഘങ്ങളുടെ നിലവിലെ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Cooperative Societies Act provides the auditor access to all the books, accounts, documents and securities of the society? അതായത്
സൊസൈറ്റിയുടെ എല്ലാ പുസ്തകങ്ങളിലേക്കും അക്കൗണ്ടുകളിലേക്കും രേഖകളിലേക്കും സെക്യൂരിറ്റികളിലേക്കും ഓഡിറ്റർക്ക് പ്രവേശനം നൽകുന്നത് സഹകരണ സൊസൈറ്റി നിയമത്തിലെ ഏത് വകുപ്പാണ്? ഏതാണ് ശരി ഉത്തരം? ആർക്കെങ്കിലും അറിയാവോ? സാധാരണ പരീക്ഷയ്ക്കെല്ലാം തന്നെ കാണുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 17 ആണ്. സെക്ഷൻ 17 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The cooperative auditor should ensure that the loan provided to a non-member is with the permission of dash. അതായത് അംഗമല്ലാത്ത ഒരാൾക്ക് നൽകുന്ന വായ്പ നൽകുന്നത് ഡാഷ് ആരുടെ അനുമതിയോടെയാണ് എന്ന് സഹകരണ ഓഡിറ്റർ ഉറപ്പാക്കണം. ആരുടെ അനുമതിയോടെയാണ് എന്ന് സഹകരണ ഓഡിറ്റർ ഉറപ്പാക്കണം. ആരുടെയാണ്? രജിസ്ട്രാറുടെ. The cooperative auditor should ensure that the loan provided to a non-member is with the permission of registrar. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The general body has the power to conduct elections to the management committee. അതായത് മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ ജനറൽ ബോഡിക്ക് അധികാരമുണ്ട്. രണ്ടാമത്തെ ഏതാണ്? The general body has the power to keep aside the members working against the interest of the society. സമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ മാറ്റി നിർത്താൻ ജനറൽ ബോഡിക്ക് അധികാരമുണ്ട്. അപ്പോൾ which of the above statement are true? ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? both 1 and 2 രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the maximum period available for a managing committee? അതായത് ഒരു മാനേജിംഗ് കമ്മിറ്റിക്ക് ലഭ്യമായ പരമാവധി കാലയളവ് എത്രയാണ്? 5 വർഷമാണ്. 5 years. അടുത്ത ക്വസ്റ്റ്യൻ. Among the following, which are the powers of the managing committee? അതായത് താഴെ പറയുന്നവയിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്? 1 സാങ്ഷൻ ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസ്, 2 പാസ് ആനുവൽ ബഡ്ജറ്റ്, 3 കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റി, 4 കണ്ടക്ട് ഡിസിഷൻ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ റൂൾസ് ആൻഡ് ബൈലോ. ഏതൊക്കെയാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് അല്ലെ. സാങ്ഷൻ ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസ്, അനുമതി കൈമാറ്റം, ഓഹരികൾ പിൻവലിക്കല്. മൂന്നാമത്തെ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റി, അതായത് ഉപസമിതി രൂപീകരിക്കുക. ഇത് രണ്ടുമാണ് ഇതില് ഉൾപ്പെടുന്നത്. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ചീഫ് ഓഫ് ഓഡിറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് സഹകരണ സംഘത്തിന്റെ ചീഫ് ഓഡിറ്റ് സഹകരണ ഓഡിറ്റ് രജിസ്ട്രാർ ആണ്. രണ്ടാമത്തെ ഏതാണ്? ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡയറക്ടർ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏതാണ് ശരി? Only 2 is true. The director of cooperative audit shall be under the control of registrar of cooperative society. അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡയറക്ടർ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. The audit report of the account of an apex cooperative society which includes the report on administrative matters shall be. അതായത് ഈ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉൾപ്പെടുന്ന ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യും? ആർക്കെങ്കിലും അറിയാമോ? അതിന്റെ ഈ ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് അതിൻ്റെ അകത്ത് ശരിയുത്തരമെന്ന്? laid by the government before the legislative assembly. Laid by the government before the legislative assembly. The audit report of the accounts of an apex cooperative society which includes the
report on administrative matters shall be laid by the government before the legislative assembly. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും നോക്കാം അല്ലേ. ദ മിനിറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ സെക്രട്ടറി. അതായത് സൊസൈറ്റിയുടെ മിനിറ്റ്സ് ബുക്ക് സെക്രട്ടറിയാണ് പരിപാലിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ എ wide range of correspondence and applications got by the general public from individuals, sellers and be the go between for the panel and the individuals. അതായത് ഈ വ്യക്തികള്, വിൽപ്പനക്കാർ എന്നിവരിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിപുലമായ കത്തിടപാടുകളുടെയും അപേക്ഷകളുടെ ഉത്തരവാദിത്വം സെക്രട്ടറിയാണ്. കൂടാതെ പാനലിനും വ്യക്തികൾക്കും ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആണ് ആൻഡ് സെക്കൻഡ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഫസ്റ്റ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. രണ്ടാമത്തേത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഒന്നാമത്തേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി convened within how many months from the close of the financial year. അതായത് ഒരു സഹകരണ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം സാമ്പത്തിക വർഷാവസാനം മുതൽ എത്ര മാസത്തിനുള്ളിൽ ചേരണം? 6 മാസത്തിനുള്ളിൽ അല്ലേ. 6 months. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി convened within how many months? 6 months from the close of the financial year. അടുത്ത ക്വസ്റ്റ്യൻ, which schedule of Indian Constitution deal with the cooperation? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂൾ ആണ് സഹകരണം കൈകാര്യം ചെയ്യുന്നത്? ഏത് ഷെഡ്യൂൾ ആണ്? 7 ആണല്ലേ. 7 ഷെഡ്യൂൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. 7 ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് കോപ്പറേഷൻ. അടുത്ത a member of registered society with unlimited liability cannot transfer any shares held by him or his interest in the capital of the society unless. അതായത് പരിമിതികളില്ലാത്ത ബാധ്യതയുള്ള ഒരു രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയിലെ ഒരു അംഗം സൊസൈറ്റിയുടെ മൂലധനത്തോടുള്ള തന്റെ താല്പര്യമോ കൈവശമുള്ള ഏതെങ്കിലും ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അതിന് യോജിച്ച ഓപ്ഷൻസ് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 എണ്ണത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷന്? 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള. ഒന്നാമത്തെ എന്താണ്? ഹി ഹാസ് ഹെൽഡ് ദാറ്റ് ഷെയർസ് ഫോർ അറ്റ്ലീസ്റ്റ് 1 year. അതായത് കുറഞ്ഞത് 1 വർഷമെങ്കിലും ആ ഓഹരി കൈവശം വച്ചിട്ടുണ്ടായിരിക്കണം അദ്ദേഹം. മൂന്നാമത്തെ ഏതാണ്? The transfer and change are made to the society or to a member of the society. അതായത് കൈമാറ്റവും സമൂഹത്തിലെ ഒരു അംഗത്തിനോ ആണ്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തേതുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, arrange the main stages of cooperative audit in its correct order. അതായത് സഹകരണ ഓഡിറ്റിന്റെ പ്രധാന ഘട്ടങ്ങൾ കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കുക. 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മെക്കാനിക്കൽ ഓഡിറ്റ്, 2 പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ്, 3 അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, 4 പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് കറക്റ്റായ സഹകരണ ഓഡിറ്റിന്റെ പ്രധാന ഘട്ടങ്ങൾ കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കൃത്യമായ ക്രമത്തിൽ ക്രമീകരിക്കുന്നത്? 1 മെക്കാനിക്കൽ ഓഡിറ്റ്, പിന്നെ രണ്ടാമത് വരുന്ന ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അത് കഴിഞ്ഞ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം വരുന്ന എന്താണ്? പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അടുത്ത the minimum and maximum audit fees for each branch of cooperative bank are. അതായത് സഹകരണ ബാങ്കിന്റെ ഓരോ ശാഖയുടെയും ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ ഓഡിറ്റ് ഫീസ് എത്രയാണ്? ആർക്കെങ്കിലും അറിയാവോ? എത്രയാണ്? 5000 and 25000. 5000 and 25000. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറായിട്ടുള്ളത്.
ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.